മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞു. പക്ഷേ നിങ്ങളെ ഇനി കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമാണ്. അപ്പം വെച്ചാൽ എന്താണ് ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമ്മുടെ സെക്കൻഡ് ടേമിനെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? ഓരോ സബ്ജക്ട്സിൽ എടുക്കുകയാണെങ്കിൽ മിനിമം 5-6 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ ഈ 5-6 ചാപ്റ്റേഴ്സ് ആണോ നിങ്ങൾക്കുള്ളത്? ഒരിക്കലും അല്ല. അതായത് സെക്കൻഡ് ടേമിലേക്ക് വരുമ്പം നമുക്ക് എക്സ്ട്രാ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനും ഉണ്ടാകും. അതുമാത്രമല്ല നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസും നിങ്ങളുടെ സെക്കൻഡ് ടേമിനുണ്ടാകും. അപ്പോൾ ചില മക്കൾ ഇപ്പോൾ ചിലപ്പം ഓണം എക്സാമിന് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പഠിച്ചത് നല്ല രീതിയിലാവാത്തത് കാരണം നമ്മൾ എക്സാമിന് കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസും കവർ ചെയ്യാനുണ്ടാകും. അതായത് കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാതെയാണ് പഠിച്ചതെങ്കിൽ അതും നമ്മൾ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസും പഠിക്കാനുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ +1 മാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഈ റെഡ് കളർ വരെയുള്ളത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് ആണ്. അത് ഇത്രയും പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ടാകും. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതും പഠിക്കാനുണ്ടാകും. ആൻഡ് ഈ പോർഷൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സുകാർക്ക് അറിയുന്നുണ്ടാകും. നമ്മൾ സാധാരണ പഠിച്ച ഫസ്റ്റ് ടേമിനേക്കാൾ കുറച്ചുകൂടി കടുപ്പം കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങളെ സെക്കൻഡ് ടേമിൽ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 4 ചാപ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടേമിന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളതാണ്. ആൻഡ് നമ്മളുടെ കെമിസ്ട്രിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3 ചാപ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ, ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് എല്ലാം വരുന്നത് നിങ്ങളുടെ സെക്കൻഡ് ടേമിലാണ്. ഇനി നമ്മുടെ ബയോളജിയിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ടോട്ടലായിട്ട് 6 ചാപ്റ്റേഴ്സേ നിങ്ങളുടെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മുടെ അനാറ്റമി, സെൽ യൂണിറ്റ്, സെൽ സൈക്കിൾ, ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതുപോലെ നമ്മുടെ സുവോളജിയിൽ നോക്കുകയാണെങ്കിൽ ബയോമോളിക്യൂൾസ് ഉണ്ട്, ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂമൻ ഫിസിയോളജിയുടെ ഒരു സെക്ഷൻ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോർഷൻസേ ഓണം എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പോർഷൻസ് ഓക്കെ, അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു 90% ചാപ്റ്റേഴ്സും നിങ്ങളുടെ സെക്കൻഡ് ടേമിനുണ്ട്. നോക്കിയേ മക്കളെ, ആകെ ഇനി ബാക്കി 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ ആകെ ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എക്സ്ട്രാ പഠിക്കാനുള്ളൂ. അതായത് മെജോറിറ്റി ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ നേരിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണക്കാരായിട്ട് അല്ലെങ്കിൽ ഓണം എക്സാം പോലെ ആയിട്ട് കാണരുത്, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ കാണണം. അതിന് മറ്റൊരു കാരണവും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷേ ക്രിസ്മസ് എക്സാം ആയിരിക്കും നിങ്ങൾ ഒഫീഷ്യലായിട്ട് എഴുതാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലുടനീളം എല്ലാവർക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെല്ലാവരും എഴുതാൻ പോകുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? നല്ല രീതിയിൽ ടഫായിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക, പാറ്റേൺ ചേഞ്ച് ചെയ്യും എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് നമ്മൾ എന്തായിട്ടുണ്ടായിരിക്കണം? പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിനെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വെറുതെ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമ്മൾ കോൺസെപ്റ്റ് പഠിക്കണം, ചോദ്യങ്ങൾ മാക്സിമം ഡിഫറെൻറ്റ് ടൈപ്പിൽ രീതിയിലുള്ള പാറ്റേണിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുമാത്രമല്ല നമ്മളൊരു മോക്ക് ടെസ്റ്റ് എടുത്ത് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടാവണം. നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒഫീഷ്യൽ എക്സാം നമ്മുടെ ക്രിസ്മസ് എക്സാം ആവരുത്. അതിന് മുൻപ് നിങ്ങളൊരു മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടാവണം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിനെ നമ്മൾ വിചാരിച്ച രീതിയിൽ ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കോൺഫിഡൻസ് കൂടി നേരിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളും വർക്ക്ഷീറ്റും PDF നോട്ട്സും എക്സാംസും ഒക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് അതുമാത്രമല്ല നമ്മൾക്ക് ഇപ്പോൾ കുറേ മക്കൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പഠിച്ചു പക്ഷെ ആ പഠിത്തം ലാസ്റ്റ് മിനിറ്റിലായിപ്പോയി.
അല്ലേ? നിങ്ങൾ പലരും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു, അതുകൊണ്ട് എക്സാം ഹാളിലെത്തിയപ്പോൾ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിനറിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നവംബർ 15 കൂടിയിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലാൻ്റെ കൂടെ നിങ്ങൾക്കും വരാൻ വേണ്ടി പറ്റും. നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? വെറുതെ തമാശ കളിച്ചൊന്നും പോക്കാതിരിക്കുക. പ്രോപ്പറായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.